നമസ്കാരം. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? സുരേഷ് ഗോപിക്ക് ഒന്നും നൽകാനില്ല. കേന്ദ്രമന്ത്രി കസേര തന്നെ ധാരാളമാണ്. അവിടെ ഇരിക്കണം മിസ്റ്റർ ഗോപി എന്ന ഒരു ഭാവത്തിലാണ് കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർമ്മലാ സീതാരാമനെ കാണാൻ സാധിച്ചത്. റെക്കോർഡിട്ട് 8ാമത്തെ ബജറ്റ് അവതരിപ്പിച്ച് തകർത്താടുമ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വലിയ നിരാശ മാത്രമാണ് ബാക്കി വെച്ചത്. നികുതി ഇളവിൽ ചരിത്ര പ്രഖ്യാപനം നടത്തിയപ്പോഴൊക്കെ കൈയൊക്കെ പൊക്കി സുരേഷ് ഗോപി അഭിവാദ്യം അർപ്പിച്ചപ്പോഴും കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഒന്നും തന്നെ കൊണ്ടുവരാനായിട്ട് കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടിയിട്ട് പോലും സുരേഷ് ഗോപിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. കേരളം അടിസ്ഥാനപരവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ള 14ഓളം ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ അതിനോടാണ് കേന്ദ്രം ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുന്നത്. എന്തിനേറെ പറയണം, ദുരന്തഭൂമിയായിട്ടുള്ള വയനാടിനെ പോലും അവർ ഗൗനിച്ചില്ല. കിടപ്പാടവും ബന്ധങ്ങളും എല്ലാം തന്നെ ഒരുപോലെ നഷ്ടപ്പെട്ട് നിരാലംബരായ മനുഷ്യരോട് കേന്ദ്രത്തിൻ്റെ ഈ ഒരു മുഖം തിരിക്കൽ അതെങ്ങനെ തോന്നി എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയോട് ചോദിക്കുന്നത്. ദുരന്തഭൂമി സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മോദി എത്തിയപ്പോൾ വയനാടിനെയും അതോടൊപ്പം തന്നെ അവിടുത്തെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെയും അവസ്ഥ കണ്ടതാണ്. ആ സമയത്ത് മോദിയോടൊപ്പം ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു. എന്നിട്ടും വയനാടിനായിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. വയനാടിനെ അതിതീവ്രമായിട്ടുള്ള ദുരന്തമാക്കി മാറ്റി എന്നതിനപ്പുറത്ത് ഇതൊക്കെ ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് വന്നത് എന്നാണ് ചില നേതാക്കൾ, BJP നേതാക്കൾ പരാമർശിക്കുന്നത്. എന്തുതന്നെ ആയാലും ദുരന്തഭൂമിയായ വയനാടിന് ഒരു സഹായവും കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. 14ഓളം ആവശ്യങ്ങളാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചത്. പക്ഷേ ആശ്വസിക്കാൻ പാകത്തിന് ഒന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തിനേറെ വയനാടിനായിട്ട് പ്രത്യേക സാമ്പത്തിക പാക്കേജും അതിനായി 2000 കോടി രൂപ, മൊത്തം സാമ്പത്തിക മേഖലയ്ക്കായിട്ട് 24,000 കോടി രൂപ, തീരദേശ സംരക്ഷണത്തിനായിട്ട് 2000 കോടി രൂപ, വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് 1000 കോടി രൂപ, ഇത്തരത്തിൽ വേണ്ടത് മാത്രം വെച്ച് നൽകി എണ്ണിപ്പെറുക്കിയാണ് കേരളം കേന്ദ്രത്തെ സമീപിച്ചത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. പാലക്കാട് IITക്ക് സഹായം എന്നത് മാത്രമാണ് ഇപ്പോൾ വളരെ ചെറിയൊരു സമാധാനമായിട്ട് ബാക്കിയുള്ളത്. അതേസമയം തന്നെ സുരേഷ് ഗോപി BJPക്കായി താമര വിരിയിച്ച കോട്ടയായിട്ടുള്ള തൃശ്ശൂരിന് ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ മുന്നിൽ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്ന ബീഹാറിന് വാരിക്കോരി അങ്ങ് കൊടുക്കുന്ന കാഴ്ചയും ഇന്നലെ പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചു. രാജ്യം ഒരു വികസിത ഭാരതമാകുന്നുവെന്ന് പറയുമ്പോൾ ശരിക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ രാജ്യം ഒരു വികസിത രാജ്യമായി മാറുക? ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ചയിലേക്കാണ് ശരിക്കും ഇപ്പോൾ മോദി സർക്കാർ രാജ്യത്തെ നയിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ബാക്കിയാവുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.